ഒരു മരണവാർത്തയിലേക്കാണ്. നടൻ സന്തോഷ് കെ നായർ അപകടത്തിൽ മരിച്ചു. പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റിരുന്നു. പത്തനംതിട്ട ഏനാത്ത് കാറും വാനും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഷിജോ കുര്യൻ ഒരുങ്ങുമ്പോൾ ഷിജോ, ഈ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ മോഹിനിയാട്ടം സിനിമയിലടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അപകടം അത്രത്തോളം തീവ്രമായിരുന്നോ ഷിജോ? ഹാഷ്മി, മലയാള സിനിമ സീരിയൽ രംഗത്ത് സജീവമായിരുന്നു സന്തോഷ് കെ നായർ. ഇന്ന് പുലർച്ചെ പത്തനംതിട്ട ഏനാത്ത് ഉണ്ടായിട്ടുള്ള ഒരു വാഹനാപകടത്തിൽ സന്തോഷ് കെ നായർക്ക് ജീവഹാനി സംഭവിച്ചു എന്നുള്ള അത്യന്തം ദാരുണമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ പത്തനംതിട്ട ഏനാത്ത് കാറും വാനും കൂട്ടിയിടിക്കുകയായിരുന്നു. എതിർദിശയിൽ വന്ന വാനിലേക്ക് സന്തോഷ് കെ നായരും ഭാര്യയും സഞ്ചരിച്ച കാറ് ഇടിച്ചു കയറുകയായിരുന്നു. കാറിന്റെ മുൻഭാഗം, അതായത് ഡ്രൈവർ ഇരുന്ന സ്ഥലം, ആ ഒരു ഭാഗം പൂർണ്ണമായിട്ട് തകർന്നിട്ടുണ്ട്. ഈ എതിർദിശയിൽ വന്ന വാഹനം ഇടിച്ച് ഉറങ്ങിപ്പോയതാകാം. പുലർച്ചെയായിരുന്നു ഈ അപകടം ഉണ്ടായത്. പക്ഷേ വാനിന്റെ ഡ്രൈവറാവോ അല്ലെങ്കിൽ കാറിന്റെ ഡ്രൈവറോ ഉറങ്ങിപ്പോയതാകാം ഈ അപകടത്തിന് കാരണമെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. ഈ പരിക്കേറ്റ സന്തോഷ് കെ നായരെയും ഭാര്യയെയും ഉടൻ തന്നെ അടൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. ഭാര്യയ്ക്കും സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു സന്തോഷ് കെ നായർക്ക് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാർഡിയാക് അറസ്റ്റ് ഈ പറയുന്ന സന്തോഷ് നായർക്ക് സംഭവിച്ചു എന്നുള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നുണ്ട്. എന്തായാലും 100-ലധികം മലയാള സിനിമ സീരിയൽ രംഗങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ആൾ കൂടിയാണ് സന്തോഷ് കെ നായർ. തിരുവനന്തപുരം സ്വദേശിയാണ്. ഭാര്യയുമായിട്ട് തിരുവനന്തപുരത്തേക്കുള്ള വഴി യാത്രാ മധ്യേയാണ് ഈ അപകടം ഉണ്ടായത്. പത്തനംതിട്ട ഏനത്ത് വെച്ച് പുലർച്ചെയാണ് ഈ അപകടം. എതിർദിശയിൽ വന്ന കാറും വാനും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അമിത വേഗതയാണോ നടക്കുമുള്ള കാര്യങ്ങളൊക്കെ ഇനി അറിയേണ്ടതായിട്ടുണ്ട്. പുലർച്ചെയാണ് ഈ അപകടം സംഭവിച്ചത്. സന്തോഷ് കെ നായർക്ക് ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. ഹാഷ്മി, അമൃത. ശരി, സങ്കടകരമായൊരു വാർത്ത തന്നെയാണ്. സഹനടനായും വില്ലനായും ഒക്കെ മലയാള സിനിമയിലും സീരിയലിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായത്. ഭാര്യക്കടക്കം പരിക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ ആരോഗ്യത്തിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.